ഹലോ ഫ്രണ്ട്സ്, തനി നാടൻ ഭക്ഷണം വിറകടുപ്പിൽ മാത്രം പാചകം ചെയ്യുന്ന നല്ലൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതിരാവിലെ 7:30 മണിയാകുമ്പോഴേക്കും ഇവിടെ വെള്ളയപ്പം, ദോശയും, മസാല ദോശയും, നെയ് റോസ്റ്റും, പുട്ടും, പൊറോട്ടയും ഒക്കെ റെഡിയാവും. അതിൻ്റെ കൂടെ ഒരുപാട് വിഭവങ്ങളുണ്ടാവും കേട്ടോ. ഇവിടെ സാമ്പാർ, ചട്നി, പിന്നെ ഇവരുടെ വിറകടുപ്പിൽ തയ്യാറാക്കിയ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ്, ലിവർ ഫ്രൈ, ബോട്ടി ഫ്രൈ, മുട്ടക്കറിയും വെജിറ്റബിൾ കറിയും മുട്ട റോസ്റ്റും കടലക്കറിയും ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എടക്കര മുസ്ലിയാരങ്ങാടിയുള്ള അമൃത ഹോട്ടലാണ്. ഇവിടുത്തെ പാചകം എല്ലാം ചെയ്യുന്നത് കട നടത്തുന്ന ചേച്ചിയും ചേട്ടനും തന്നെ കേട്ടോ. നല്ല കൈപ്പുണ്യുള്ള ഭക്ഷണമാണ് കേട്ടോ. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ ഹോട്ടലാണ്. ഇതിപ്പോ എന്താ ഉണ്ടാക്കുന്നത് ചേട്ടാ? ബീഫ് ഫ്രൈ. രാവിലെ എപ്പോഴാണ് തുറക്കുക? രാവിലെ 7:30 ഓപ്പൺ ആവും അല്ലേ? അപ്പൊ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഉണ്ടാവും? മസാല ദോശ, നെയ്റോസ്റ്റ്, പൊറോട്ട, വെള്ളപ്പം, നൂൽപുട്ട്, പുട്ട്. സ്പെഷ്യലായിട്ട് അത്ര ഐറ്റംസുകളാണ് വരുന്നത്. അല്ല, അതിലേക്കുള്ള സ്പെഷ്യൽ രാവിലെ പിന്നെ മുട്ടക്കറി, കടലക്കറി, മുട്ട റോസ്റ്റ്, ബീഫ്, ലിവർ, ബോട്ടി, കോഴി പാർട്സ്. ഉച്ചക്ക് ഊണാണ് ഇവിടെ സ്പെഷ്യൽ. ബിരിയാണി 9:30-10 മണിയാകുമ്പോൾ ബിരിയാണി ആവും. 12:15 ആകുമ്പോൾ ഊണ് റെഡിയാവും. ബിരിയാണി ആ സമയത്ത് റെഡിയാവും. ബിരിയാണി നേരത്തെ ആവും. ബിരിയാണി 9:30 ആകുമ്പോൾ ബിരിയാണി ആവും. ചിക്കൻ ബിരിയാണി മാത്രം. ഊണിന്റെ കൂടെ എന്തൊക്കെ കൂട്ടുകറികളൊക്കെ എന്തൊക്കെ ഉണ്ടാവും? കൂടെ 5 ഐറ്റം സൈഡ് കറികളുണ്ടാവും. സൈഡ് എന്തൊക്കെ ഉണ്ടാവും? അത് അവിയലുണ്ടാവും. ഒരു ദിവസം അവിയലാണെങ്കിൽ മാറി മാറി ഉണ്ടാവും. അവിയല്, മസാലക്കറി, പിന്നെ അച്ചാറ്, ഉപ്പേരി, ചമ്മന്തി, 5 ഐറ്റം. പിന്നെ മോര്, രസം, സാമ്പാറ്, പിന്നെ മീൻകറി, ഒഴിച്ചുകറി, അത്ര ഐറ്റം. അതിന് കൂടെ വല്ല പായസം എന്നും ഒരു തരത്തിലുള്ള പായസമാണോ? അല്ല, മാറി മാറി ഉണ്ടാവും. ഗോതമ്പ്, അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് മാറി. പാൽപ്പായസമായിട്ടും അങ്ങനെ ഓരോ. ഉച്ചക്ക് ഊണോട് കൂടി കട ക്ലോസ് ചെയ്യും. വൈകിട്ട് ചായ ഒന്നുമില്ല. 3:30 ക്ലോസ്. രാവിലെ ചായയും അങ്ങനെ നല്ല പരിപാടി. 3:30 ആകുമ്പോൾ ക്ലോസ് ചെയ്താൽ എല്ലാം തീരും. ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷ് ഏതാണ്? ഊണാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള വാഴയിലയിൽ. മസാല ദോശ, പൊറോട്ട, അങ്ങനെ ഐറ്റംസ്. ബീഫ് ഒക്കെയാണ്. പിന്നെ പാർട്സുകൾ, കോഴി പാർട്സ് ഉണ്ട്. ചേട്ടന്റെ പേരെന്താണ്? സുനിൽ ബാബു. ചേട്ടനും ചേച്ചിയാണ് കട നടത്തുന്നത്. പിന്നെ കുറച്ച് സഹായിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. 5 സ്റ്റാഫുകളുണ്ട്. അപ്പൊ പൊറോട്ടയൊക്കെ ആരാ ചെയ്യുന്നത്? നിങ്ങൾ തന്നെയാണ്? എല്ലാം ചെയ്യുന്നൊക്കെ കുക്കിംഗ് ഒക്കെ ഞങ്ങളാണ്. വേറെ ആരുമില്ല. സഹായത്തിന് 5-6 ആളുണ്ട്. ബീഫും കൂടി കൊടുക്കുന്നത്. ബീഫായിട്ട് ഏറെ പോയ ബീഫ് രാവിലത്തെ പണിത്തിരക്കാവും അല്ലേ? രാവിലെ ഇങ്ങനെ ഇച്ചിരി നേരം വൈകി. ബീഫ്, ലിവർ, പാർട്സ് ആയിട്ടില്ല. ഇത് എല്ലാ ദിവസവും ഉണ്ടാവും? എല്ലാ ദിവസവും. പിന്നെ മീനാണ്. മീൻ ഐറ്റംസുകളാണ്. മീനുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അല്ലേ? മീന് ചെമ്പല്ലി ഉണ്ട്, അയിലുണ്ട്, പിന്നെ മത്തി ഇപ്പൊ കിട്ടാല്ലാത്ത മത്തി ഉണ്ടാവലുണ്ട്. പിന്നെ കഷ്ണം മീൻ, പേദല്, പറ്റ, ഡെയിലി ഉണ്ടാവും. പാചകം മൊത്തം വിറകടുപ്പിലാണ്? എല്ലാം വിറകടുപ്പിലാണ്. ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലും ചേട്ടൻ തന്നെയാണ് ഇവിടെ പൊറോട്ട അടിക്കുന്നതും. കസ്റ്റമർ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് നല്ല ചൂട് പൊറോട്ട കല്ലുമേലിട്ടിട്ടാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. ഇത് പാർസൽ പോകണ ചേച്ചി?
പാർസൽ ഇവിടെ കൂടുതലായിട്ട് പോകും. ഇവിടുത്തെ ചട്നിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ് ഇവിടെ കൊടുക്കുന്നത്. ചേട്ടാക്കി ചായ കൊടുത്തടേ. പിന്നെ നല്ല ആവി പറക്കുന്ന ചൂടുള്ള സാമ്പാറും. ഇവിടെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളാട്ടാ കലത്തിൽ ഇങ്ങനെ വെട്ടി തിളക്കുന്നത്. അല്ലല്ല, തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 5 വർഷമായി. 5 വർഷമായില്ലേ? അപ്പൊ ആദ്യം എവിടെയായിരുന്നു? തമ്പരാട്ടിക്കല്ല്. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? 8 വർഷം. 8 വർഷം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് ഇവരുടെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ്, പിന്നെ ബോട്ടി ഫ്രൈ, പിന്നെ ഇവരുടെ ലിവർ റോസ്റ്റ്. അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു മസാല ദോശയും പിന്നെ ഇവരുടെ ഒരു പൊറോട്ടയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കറികളൊക്കെ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിക്കാൻ തോന്നുട്ടോ. രാവിലെ 7:30 മണിക്കാണ് ഇതൊക്കെ റെഡിയാവുന്നത്. തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഒരു മസാല ദോശ ആ കറികളൊക്കെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കണം. ഒരു രക്ഷയിലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ദോശയും പിന്നെ അവരുടെ മുട്ടക്കറിയും മുട്ട റോസ്റ്റും 2 ചായയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വിഭവങ്ങൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന, രുചിയോടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാട്ടോ അമൃത ഹോട്ടൽ. ഇവിടുത്തെ ഊണ് വളരെ സ്പെഷ്യലാണ്. പക്ഷേ ഞങ്ങൾ വന്നത് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു. ഇനി നമ്മൾ ഊണിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്തതായി ചെയ്യുന്നതാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.